ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞണ്ട് കിട്ടി രാവിലെ. അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ ഞണ്ട് ഇനിയും കഴിയെല്ലാം ക്ലീനാക്കി വരാം. ഞണ്ട് കഴിയെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. 4 സവാള, വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 തക്കാളി, 2 പച്ചമുളക്. നമുക്കിതിനെ അരിഞ്ഞെടുക്കാം. ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായ പൊടികൾ നമുക്കിനി എടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 1 നുള്ളു പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഗരം മസാല. നമുക്കിനി ചെയ്യാം. ഉരുളി അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോഴത്തേനും സവാളയും തക്കാളിയും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. അത് അടുപ്പ് തുറന്ന് എല്ലാം പരുവായോ ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കണം. തുറന്ന് നോക്കിയപ്പോഴത്തേനും അതെല്ലാം സവാള എല്ലാം കൂടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് വേറൊരു പ്രത്യേകത, കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. പിന്നെ ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കണം. അടച്ച് വെച്ച് തുറന്ന് നോക്കിയപ്പോൾ അരപ്പും ആ സവാള എല്ലാം കൂടെ ഇട്ട് ഇത് അതിൻ്റെ മഞ്ഞ മണമൊക്കെ ഒന്ന് മാറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്കിനി ഞണ്ടിട്ട് കൊടുക്കാം. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇനി ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കറിക്ക് ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ആകും. പച്ചവെള്ളം ഒഴിക്കരുത് ആരും, ചെറിയ ചൂടുവെള്ളമേ ഒഴിക്കാവുള്ളൂ. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയെല്ലാം പുരട്ടി എല്ലാം അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. നമുക്കിനിയും ചെറിയ ചൂടുവെള്ളം നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. കുറേശ്ശെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി ലാസ്റ്റ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഇട്ട് നമുക്ക് അടച്ചു വെക്കാം. അടച്ച് നമുക്ക് തിളച്ചോ അരപ്പെല്ലാം പിടിച്ചോ എന്നൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നല്ല മണം അടിക്കുന്നുണ്ട്. ആ തിളപ്പ്, ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ച് വെച്ച് ഒന്നും കൂടെ തുറന്ന് നോക്കിയപ്പോൾ വേണ്ട പറ്റി അതെല്ലാം വെന്ത് അരപ്പെല്ലാം അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പുറമെ ഇച്ചിരി മല്ലിയിലയും കറിവേപ്പിലയും കൂടെ വിതറണം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളും ഇതുപോലാണോ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയൊരു അടുത്തൊരു വീഡിയോയുമായി വരുന്നതിന് മുമ്പ് താങ്ക് യു.